ഞാനേ ഇന്നൊരു കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടും കടലയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ എങ്ങനെയാണ് കടലക്കറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചാനൽ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. നമ്മൾ പുതിയ ചാനലാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയാണ് കടലക്കറി ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പം തലേന്നേ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ അത് കഴുകി കുക്കറിലിട്ട് ഒരു പകുതി മുക്കാൽ വേവോളം നമ്മൾ വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അതിനകത്തുള്ള മസാല തയ്യാറാക്കാം. ഒരു സവാള, ഒരു കിഴങ്ങ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ അതിന് വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരിഞ്ഞ് പറക്കിയെടുക്കാം. ഇത് നമ്മളിവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. അപ്പോൾ ഈ കടലക്കറി വെള്ളക്കടല എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മൾ ചുമന്ന കടലയെക്കാട്ടും വേവ് കുറവാണ് ഇതിന്. അപ്പം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് നല്ല രുചിയുള്ളൊരു കടലയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്തേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നതൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് തേങ്ങാക്കൊത്ത് ഇട്ടേക്കുന്നത്. സവാള ഇട്ട് കിഴങ്ങും ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും എല്ലാം കൂട്ടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടിട്ട് വഴറ്റിയൊന്നും വേണ്ട. ഒന്ന് ഒരു റെഡ് കളർ ആവുന്നതും വരെ വഴറ്റിയെടുക്കാം. ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു സ്പൂണോളം മുളക് പൊടി, കാശ്മീരിയാണ്, ഒന്നര സ്പൂൺ മല്ലിപ്പൊടി, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഈ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഞാൻ മസാലയ്ക്ക് ചേർക്കുന്നത് പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഇതെല്ലാം കൂടെ ഈ കല്ലിനകത്തൊന്ന് ഇടിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല രുചിയാണ്, നല്ല മണവും കിട്ടും. എനിക്കിവിടെ അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ പകുതി മുക്കാൽ ഭാഗത്തോളം വെന്തെടുക്കുന്ന കടലയ്ക്കകത്തോട്ട് നമ്മൾ ഈ മസാലക്കൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ചതച്ച് വെച്ചേക്കുന്ന പോലെയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പം കുക്കറിൽ നമുക്കൊന്ന് വീണ്ടും ഒരു 2-3 വിസിലും കൂടെ കേൾപ്പിക്കാം. അപ്പം നമ്മൾ രുചികരമായിട്ടുള്ള ഒരു കടലക്കറി ഇവിടെ റെഡി ആയി കിട്ടും. നമ്മളിവിടെ കടലക്കറി, ആവി പറക്കുന്ന കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ ഭംഗിയില്ലേ? അപ്പോൾ എളുപ്പത്തിൽ നമുക്കിങ്ങനെ തയ്യാറാക്കി എടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പോഴും നമ്മൾ ഇച്ചിരി ഉറങ്ങി എണീക്കാൻ ലേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആവി പറക്കുന്ന കട്ടൻ ചായയും ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ബായ്.